റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന മലയാളി യുവാവിന് മോചനം. യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ജെയിൻ കുര്യനെ മോസ്കോയിലെ ആശുപത്രിയിൽ നിന്നും ഡൽഹിയിലെത്തിച്ചു. ഡൽഹിയിലെത്തിയ ജെയിൻ കുര്യൻ ബന്ധുക്കളോട് ഫോണിൽ സംസാരിച്ചു. ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, ഗുഡ് മോർണിംഗ്. ദിവസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിലൊരു വീഡിയോ ചിത്രീകരിച്ച് സമൂഹമാധ്യമത്തിലടക്കം പ്രചരിപ്പിച്ചിരുന്നത്, രക്ഷിക്കണം എന്നപേക്ഷിച്ചുകൊണ്ട്. എന്താണ് ഈ ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട്? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ലിഷോയ്? നേരത്തെ റഷ്യയിലേക്ക് ഹോട്ടൽ ജോലികൾക്കും മറ്റുമെന്നുമെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഇവരെ കൊണ്ടുപോയിരുന്നത്. അതിനുശേഷമാണ് ഉക്രൈൻ റഷ്യ യുദ്ധം വളരെ രൂക്ഷമായ സാഹചര്യത്തിൽ ഇവരെ കൂടി യുദ്ധമുഖത്തേക്ക് അയക്കുന്നത്. അതായത് ഈ ജെയിൻ ഉൾപ്പെടെയുള്ള മറ്റു കുറച്ച് ആളുകൾ കൂടി, മലയാളികൾ കൂടി ഉണ്ടായിരുന്നു അവരെ യുദ്ധമുഖത്തേക്ക് അയക്കുന്നത്. പിന്നീട് പരിക്കേറ്റ്, ഈ ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റ് ജെയിൻ കുര്യൻ ചികിത്സയിലായിരുന്നു, കുറച്ചു നാളുകളായി ചികിത്സയിലായിരുന്നു. ഒടുവിൽ കഴിഞ്ഞ ദിവസം ആണ് പിന്നീട് വീണ്ടും ഇവരുടെ മോചനത്തിനായുള്ള ശ്രമം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ജെയിന്റെ ഒരു വീഡിയോ വീട്ടുകാർക്ക് അയച്ചു കൊടുത്തത്. അതായത് താനിവിടെ വീണ്ടും തന്നെ സൈനിക ക്യാമ്പിലേക്ക് അയക്കുന്നതിന് വേണ്ടിയുള്ള ഓർഡർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അത് താൻ കൈപ്പറ്റിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ രക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ആ ഒരു വീഡിയോയാണ് അന്ന് ജെയിൻ വീട്ടുകാർക്ക് അയച്ചു നൽകിയിരുന്നത്. അതിന് പുറകെയാണ് ഇപ്പോൾ വീണ്ടും ഈ ജെയിന്റെ മോചനം സാധ്യമായിരിക്കുന്നത്. ജെയിൻ ഇപ്പോൾ ഇന്നലെ രാത്രി ആണ് വീട്ടുകാരോട് സംസാരിച്ചത്. ഡൽഹിയിലേക്ക് എത്തി എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വീട്ടുകാരോട് സംസാരിച്ചത്. ഇന്ന് പുലർച്ചെ ഈ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ച് കൊച്ചിയിലേക്ക് വിമാനം കയറുമെന്നാണ് പറഞ്ഞതെങ്കിൽ പോലും ഇതുവരെയും ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല. ഏതായാലും ഇതിനു മുൻപ് എത്തിയവരെല്ലാം തന്നെ ഡൽഹിയിലെത്തി കുറച്ച് വൈകിയാണ് അവിടെ ID പരിശോധനകളും അതിനോടൊപ്പം തന്നെ കുറച്ച് വിശദാംശങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് തേടലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വന്നത്. അത്തരത്തിൽ തന്നെയായിരിക്കും ജയിലും എത്തുക എന്നാണ് കണക്കാക്കുന്നത്. ശരി ലിഷോയ്.